ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡിജിടെക് മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഉബുണ്ടു എന്ന് പറഞ്ഞ വെർഷൻ, ഉബുണ്ടുവിൻ്റെ ഫ്രീ വെർഷൻ എങ്ങനെയാണ് നമ്മുടെ വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞങ്ങളിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു റിക്വയർമെൻറ്റ് ആവശ്യമുണ്ട്. അതായത് 4GB റാമുള്ള ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ആയിരിക്കണം. അതേപോലെ തന്നെ നമുക്കൊരു VMware എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറും കൂടി ഇൻസ്റ്റാൾ ചെയ്യാണ്ട്. കാരണം വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ VMware എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉബുണ്ടു എന്ന് പറഞ്ഞ ഫ്രീ വെർഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഉബുണ്ടുവിന് നമുക്ക് ലൈസൻസ് ഒന്നും ആക്ടിവേറ്റ് ചെയ്യേണ്ടതില്ല. ഉബുണ്ടു ഒരു ഫ്രീ വെർഷൻ ആയതുകൊണ്ട് അതിന് ലൈസൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടോ പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വല്ല ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ഇതിന് വേണ്ടി രണ്ട് സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ആദ്യം തന്നെ ഡൗൺലോഡ്സിനുള്ള ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് VMware എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. VMware വർക്ക് സ്റ്റേഷൻ പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വിൻഡോസിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിൽ ഡൗൺലോഡ് ഞാൻ മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് ക്യാൻസൽ ചെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് ഉബുണ്ടുവിൻ്റെ ഇമേജ് ഫയലാണ്. അതിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം 2GB വലിപ്പം വരുന്ന ഒരു ഫയൽ ആണ്. ഇതിൽ 18 ആണ് ഞാൻ വേർഷൻ ചൂസ് ചെയ്യുന്നത്. കാരണം ലോങ് ടൈം സപ്പോർട്ട് എന്നാണ് LTSൻ്റെ അർത്ഥം. അപ്പോൾ ലോങ് ടൈം സപ്പോർട്ടാണ് കുറച്ചുകൂടി സ്റ്റേബിൾ വേർഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് 18 ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അതും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് ക്യാൻസൽ ചെയ്യാണ്. പിന്നെ ഇത് രണ്ടും ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ VMware ഇൻസ്റ്റാൾ ചെയ്യണം. VMwareൻ്റെ സെറ്റപ്പിൽ പോയിട്ട് ഇപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരിക, അതിൽ യെസ് കൊടുക്കുക. അത് കഴിയുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. VMware സാധാരണ പോലെ സോഫ്റ്റ്വെയർസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നെക്സ്റ്റ് അടിച്ച് അവസാനം ഫിനിഷ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഉബുണ്ടുവിൻ്റെ ഇമേജ് ഫയൽ ലോഡ് ചെയ്യണം. ഈ ഐക്കണാണ് VMwareൻ്റെ. ഇത് ഓപ്പൺ ചെയ്ത് നമുക്കതിൽ ഉബുണ്ടു ലോഡ് ചെയ്യാം. ഇത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം. അതിൽ ക്രിയേറ്റ് എ ന്യൂ മെഷീൻ എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ ഞെക്കി ടിപ്പിക്കലി തന്നെ കൊടുത്താൽ മതി. നെക്സ്റ്റ് അടിക്കുക. അതിൽ ഇൻസ്റ്റാളർ ഡിസ്ക് ഇമേജ് ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിൽ ഞെക്കിയിട്ട് ബ്രൗസ് ഞെക്കിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഇമേജ് ഫയൽ എവിടെയാണെന്ന് നോക്കുക. ആ ഇമേജ് ഫയൽ സെലക്ട് ചെയ്യുക. ഇതാണ് ആ ഇമേജ് ഫയൽ. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക. അതിൽ നമുക്ക് എന്തെങ്കിലും പേര് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിൽ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഉബുണ്ടു എന്ന് കൊടുക്കുന്നു. യൂസർ നെയിം നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അതിലിപ്പോൾ ഇന്ന തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പാസ്വേഡും അത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക. അതൊന്നും മാറ്റണ്ട, നെക്സ്റ്റ് അടിക്കുക. മാക്സിമം ഡിസ്ക് സൈസ് ഒരു 30 കൊടുക്കാം. അത് വേണമെങ്കിൽ കൂട്ടാം. 30 ആണ് ഒരു ഒപ്റ്റിമം സൈസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സൈസ്. അതുപോലെ തന്നെ മെമ്മറി വേണമെങ്കിൽ സൈസ് കൂട്ടാം. ഇതിപ്പോൾ ഞാനൊരു കുറച്ചുകൂടി മെമ്മറി ഇതിനെ അലോക്കേറ്റ് ചെയ്യാണ്. ഇപ്പോൾ 2GB ആണ് ഇതിലുള്ളത്. അപ്പോൾ ഒരു 4GB വേണമെങ്കിൽ കൊടുക്കാം. ഇത് ഉബുണ്ടു തന്നെ അത് സ്റ്റാർട്ടായി വരും. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല പ്രത്യേകിച്ച്. അപ്പോൾ അത് ചിലപ്പോൾ ചില കമ്പ്യൂട്ടേഴ്സിൽ കുറച്ച് ലാഗ് ഡിലേ ഒക്കെ കാണാൻ ചിലപ്പോൾ ഉണ്ടാവും. എന്നാലും അത് പതുക്കെ വരും, ലോഡായി വരും. ഫുൾ സ്ക്രീൻ ഓപ്ഷൻ മുകളിലുണ്ട്. അത് ഞെക്കുകയാണെങ്കിൽ ഫുൾ സ്ക്രീനായിട്ട് കിട്ടും.
ഇവിടെ കുറച്ച് ഡിലേ വരുന്നുണ്ട്. അത് ഇനിയുള്ള സ്റ്റെപ്സൊക്കെ അത് തന്നെ വർക്ക് ചെയ്തോളും. ഇതിപ്പോൾ ഇൻസ്റ്റാളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് നേരം എടുത്തുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെ 8x സ്പീഡിലാണ് ഓടിക്കുന്നത്. ഇതൊരു 25 മിനിറ്റ്സ് ഏകദേശം അപ്രോക്സിമേറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ അത് ചില നേരത്തെ ഹാങ് ആയ പോലെ നിൽക്കും, എന്നാലും അത് കുഴപ്പം കാര്യമാക്കണ്ട, അത് വർക്ക് ചെയ്തോളും. ഈ ഭാഗത്ത് ഞാൻ 8x സ്പീഡിൽ കൂട്ടിയിട്ടുണ്ട്. ഇത് സാധാരണ കുറച്ച് നേരമൊക്കെ എടുക്കണ പണിയാണ്. അത് കുറച്ചുകൂടി ഫയൽസ്, അത് റിട്രീവിങ് ഫയൽസ് എന്ന് പറയുന്ന ISO ഇമേജ് ഫയലുകൾ ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. ഇത് ഉബുണ്ടുവിൻ്റെ ഒരു ഗുണം എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻബിൽട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ C പ്രോഗ്രാമിംഗ് എന്തെങ്കിലും ചെയ്യണവർ അല്ലെങ്കിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിന് ലൈസൻസിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ വിൻഡോസൊക്കെ ആണെങ്കിൽ അതിന് ആക്ടിവേഷൻ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഓപ്പൺ സോഴ്സ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഉബുണ്ടു. പിന്നെ ഇതൊരു ലിനക്സ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് ലിനക്സ് ആയിട്ടൊരു ടച്ച് ഉള്ളവർക്കൊക്കെയാണ് ഉബുണ്ടു കുറച്ച് നന്നാവുക. അതിൽ ലിനക്സ് കമാൻഡ്സ് കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പല ഇതിന് പ്രോഗ്രാമിങ് ഇതിനൊക്കെ ഉബുണ്ടു ഒരു നല്ല പ്ലാറ്റ്ഫോമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എന്നൊരു ഇത് കാണും, അത് ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് നിങ്ങൾ മുമ്പ് എന്താണ് കൊടുത്തത് അതായിരിക്കും അതിൻ്റെ പാസ്വേഡ്. ഞാൻ മുമ്പ് കൊടുത്ത പാസ്വേഡ് അടിക്കുകയാണ് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ഉബുണ്ടുവിൻ്റെ ഡെസ്ക്ടോപ്പ് കാണാം. അപ്പോൾ ഉബുണ്ടു ഇതിൽ ഇൻസ്റ്റാളായി കിട്ടി. ഇതിലിപ്പോൾ നമുക്ക് ഒരു ഫ്രഷ് യൂസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. അതിൽ ഒരു ക്വിക്ക് സെറ്റപ്പ് ഗൈഡൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്യാണ്. ഇത് ആണ് ഉബുണ്ടു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചെയ്യാം. ഫുൾ സ്ക്രീൻ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഏതാ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ വീഡിയോ, അതായത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ VMwareൻ്റെ ഫയൽ കണ്ടെയ്ൻ ചെയ്യുന്ന ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതേപോലത്തെ പുതിയ ടെക് വീഡിയോസിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അവിടെ ബട്ടൺ ഉണ്ട്, അവിടെ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. പിന്നെ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ഞങ്ങൾ സൈനിങ് ഓഫ്. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.